So നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ a beam of light consisting of two wavelengths 650 nanometer and 520 nanometer is used to obtain the interference fringes in a Young's double slit experiment. Find the distance of the third bright fringe on the screen from the central maximum for wavelength 650 nanometer ആണ് first part of the question. Second part പറഞ്ഞിട്ടുള്ളത് what is the least distance from the central maximum where bright fringes due to both the wavelengths. 650 നാനോമീറ്റർ വേവ് കൊണ്ടും അതേപോലെ 520 നാനോമീറ്റർ വേവ് കൊണ്ടും ഉണ്ടാവുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യുന്ന മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ നമ്മൾ nth ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇന്റർഫറൻസ് ആണ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ഇന്റീജർ മൾട്ടിപ്പിൾസ് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് nth ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, xn is equal to n lambda d by d. xn is equal to n lambda d by d. ഓക്കെ, നമുക്കിവിടെ എത്രാമത്തെ ബ്രൈറ്റ് ആണ് വേണ്ടത്, തേർഡ് ബ്രൈറ്റ് ആണ്. സോ എന്നിന് പകരം 3 കൊടുക്കാം. ലാംഡ ഏത് വേവ് ലെങ്ത്തിന്റെ വേണ്ടത്, 650 നാനോമീറ്ററിന്റെ ആണ് വേണ്ടത്. അതേപോലെ ക്യാപിറ്റൽ ഡി സ്മോൾ ലെറ്റർ ഡി നമുക്ക് വാല്യൂസ് തന്നിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 650 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആയതുകൊണ്ട് x3 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. x3 is equal to എന്നിന് പകരം 3, ലാംഡയ്ക്ക് പകരം 650 നാനോമീറ്റർ ആണ്. 650 ഇൻറ്റു 10⁻⁻9, നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻9 ഡി ബൈ ഡി. ഇതാണ് നമ്മുടെ അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, 650 ഇൻറ്റു 3 ഒക്കെ നമുക്ക് ചെയ്യാം. 650 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 1950 ഇൻറ്റു 10⁻⁻9 ഡി ബൈ ഡി മീറ്റേഴ്സ്. ഇതാണ് തേർഡ് ഫ്രിഞ്ചിന്റെ കേസിൽ തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇസ് അവർ എ പാർട്ട്. And the second part പറഞ്ഞത് what is the least distance from the central maximum where the bright fringes due to both the wavelengths coincide. രണ്ട് വേവ് ലെങ്ത് കൊണ്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യുന്ന പൊസിഷൻ കണ്ടുപിടിക്കുക ഫ്രം ദ സെൻട്രൽ മാക്സിമം. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഈ പാർട്ടിൽ നമുക്ക് നോക്കാം, ഫസ്റ്റ് വേവ് ലെങ്ത്, ഒരു വേവ് ലെങ്ത് എത്രയാണ്, ലാംഡ 1 എത്രയാണ്, 650 നാനോമീറ്ററും ലാംഡ 2 520 നാനോമീറ്ററും. ലാംഡ 1 650 നാനോമീറ്റർ, ലാംഡ 2 520 നാനോമീറ്റർ. ഓക്കെ, ഈ 650 നാനോമീറ്റർ ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ ഓക്കെ നമുക്കറിയില്ല, ഏത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സിന്റെ ഒരു ഇക്വേഷൻ കൊടുക്കുന്നു. എൻ്റെ ഇക്വേഷൻ എന്താ, n ലാംഡ ഡി ബൈ ഡി ആണ്. സോ ഫോർ 650 നാനോമീറ്ററിന്റെ കേസിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു n, എൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയില്ല, എത്രാമത്തെ ആണെന്ന് അറിയില്ല, അതുകൊണ്ട് n1 ഫസ്റ്റിന്റെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് n1 എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്രിഞ്ചിന്റെ ഫസ്റ്റ് വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ n1 ഇൻറ്റു ലാംഡ 1 ഇൻറ്റു ഡി ബൈ ഡി. ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആൻഡ് സ്ക്രീൻ ആണ്, അത് മാറുന്നില്ല. രണ്ട് സ്ലിറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതേപോലെ രണ്ടാമത്തെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ x2 is equal to n2 ലാംഡ 2 ഡി ബൈ ഡി എന്ന് വരും. രണ്ടാമത്തെ വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രൈറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ബ്രൈറ്റ് പോയിന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x1 is equal to എന്താണ്, x2 ആണ്. x1 is equal to n2 ആണെങ്കിൽ x2 ആണെങ്കിൽ n1 ലാംഡ 1 ഡി ബൈ ഡി is equal to n2 ലാംഡ 2 ഡി ബൈ ഡി എന്ന്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ രണ്ട് സൈഡിലും സ്മോൾ ലെറ്റർ ഡി ഉണ്ട്, രണ്ട് സൈഡിലും ക്യാപിറ്റൽ ഡി ഉണ്ട്. സോ ദേ ക്യാൻ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ ബാക്കി എന്താ നമുക്കുള്ളത്, n1 ലാംഡ 1 is equal to n2 ലാംഡ 2. n1 ലാംഡ 1 is equal to n2 ലാംഡ 2. ഇതാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ലാംഡ 1 ലാംഡ 2 ഒക്കെ അറിയാം അല്ലേ. അപ്പോൾ n1 ബൈ n2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. that is equal to ലാംഡ 2 ബൈ ലാംഡ 1 ആണ്. അപ്പോൾ നമുക്ക് അത് ഓർഡറൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കാം കേട്ടോ. ലാംഡ 2ന്റെ വാല്യൂ 520 നാനോമീറ്ററും ലാംഡ 1ന്റെ വാല്യൂ 650 നാനോമീറ്ററും ആണ്. അപ്പോൾ നാനോമീറ്റേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോയി, 52/65 ആണ് വരുന്നത്. 52/65. ഓക്കെ, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് നോക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് 5 to 52 അല്ലേ, 30 20
13 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 13 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 52 ഡിവൈഡഡ് ബൈ 13 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് വരും? 4 ടൈംസ് ആണ് വരുന്നത്. 52. അപ്പോൾ ഇത് 4, ഇത് 5 ടൈംസ്. ഓക്കെ, സോ n1 by n2 is equal to 4 by 5 നമുക്ക് വരും. അതിൻ്റെ മീനിങ് ഫസ്റ്റ് വേവ് ലെങ്തിന് λ1ൻ്റെ 4ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും λ2ൻ്റെ 5ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. λ1ൻ്റെ 4ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചുമാണ് എന്ത് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ x1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ x1 is equal to നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു n1 λ1 d/d ആണ്. n1 പകരം നമുക്ക് എത്ര കൊടുക്കുക? 4 കൊടുക്കുക. λ1ൻ്റെ വാല്യൂ 650 നാനോമീറ്റേഴ്സ് ആണ്. ക്യാപിറ്റൽ ഡി സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ആ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 650 ഇൻറ്റു 4 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. 650 ഇൻറ്റു 3 ആയിരുന്നു അവിടെ 650 ഇൻറ്റു 4 ആണ് വരും. ദാറ്റ് ഈസ് 650 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1300 വരും. അപ്പോൾ 2600 ഇൻറ്റു 10⁻⁻9 ആണ് d/d. ഇത്രയും മീറ്റർ ഫ്രം ദ സെൻട്രൽ ഫ്രിഞ്ച് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഫ്രിഞ്ചിൻ്റെ കേസിലുള്ള പീക്ക് വരുന്നത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തേന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x2ൻ്റെ എത്രാമത്തെ കോയിൻസൈഡ് ചെയ്യാന്നുള്ളത്? 5ാമത്തെ. n1 by n2 equal to 4 by 5 അല്ലേ? 5 ഇൻറ്റു 520. ലാംഡയുടെ വാല്യൂ 520 ആണ്. 10⁻⁻9 വേണം. നാനോമീറ്റർ ആണ്. ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. 520 ഇൻറ്റു 5 ചെയ്ത് നോക്കി. 0, 10, 5 ഇൻറ്റു 5, 25. 25 plus 1, 26,000. Right. 26,000 into 10⁻⁹ d/d മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ടിൻ്റെ കോയിൻസൈഡ് ചെയ്യുന്നത്. സോ സെൻട്രലിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2600 ഇൻറ്റു 10⁻⁹ d/d എന്ന് എഴുതാം. അല്ലെങ്കിൽ 2.6 ഇൻറ്റു 10⁻⁶ d/d മീറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ആൻസർ.